ഹായ് എല്ലാവർക്കും ഡാസ്ലിംഗ് വേൾഡ് ഓഫ് റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ക്യാരറ്റ് മിൽക്ക് പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു നല്ല പുഡിങ്ങാണിത്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ടും. ഇതിൽ നമ്മൾ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ഉപയോഗിക്കുന്നില്ല സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഒരു 15-20 മിനിറ്റിൽ തന്നെ നമുക്ക് ഈ പുഡിങ് റെഡിയാക്കി എടുക്കാൻ പറ്റും. നല്ല രുചിയാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മിൽക്ക് പുഡിങ് തയ്യാറാക്കാമെന്ന് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിൽ 2 കപ്പോളം പാലെടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ പശുവിൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കട്ടയില്ലാതെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് ഞാനിവിടെ ഒരു 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല മധുരം ആവശ്യമുള്ളവർക്ക് ഒരു 1/4 കപ്പ് വരെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ഉരുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ എപ്പോഴും വെക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ പഞ്ചസാരയൊക്കെ കണ്ടോ ഉരുകി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴും നമ്മൾ ഇളക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവണ വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം നമ്മുടെ കളറൊക്കെ കണ്ടോ കുറേശ്ശെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇപ്പോഴും ഇളക്കാൻ നിൽക്കണ്ട കേട്ടോ. ജസ്റ്റ് പാനിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചു കൊടുത്താൽ മതി ഇതേപോലെ. അപ്പോൾ നമ്മൾ ഒരേപോലെ തന്നെ എല്ലാ ഭാഗവും ഒന്ന് ഉരുകി കിട്ടട്ടെ. ഇപ്പം നമ്മൾ ഷുഗർ നന്നായിട്ട് കാരമലായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ അതിൻ്റെ കളർ തന്നെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കാരമൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് തെറിക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 3 ടേബിൾ സ്പൂണോളം വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ടും നല്ല കട്ടയാണെന്ന് ഫീൽ ചെയ്താൽ മാത്രം 1 ടേബിൾ സ്പൂണും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഞാൻ അതേ പാനിൽ തന്നെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യുടെ പകരം ബട്ടർ ആയാലും ഉപയോഗിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ക്യാരറ്റിൻ്റെ ആ പച്ച മണം മാറുന്ന വരെ നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് നമ്മൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ കളർ കുറച്ചൊന്ന് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ സൈസ് ഒന്ന് ചെറുതായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പാലും കോൺഫ്ലവറും ചേർത്തിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കാരണം കോൺഫ്ലവറൊക്കെ ഇതിൻ്റെ അടിയിലായിട്ട് ഇരിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിതൊന്ന് ഇളക്കിയെടുക്കാനായിട്ട്. കാരണം ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കട്ടയാവും. അതേപോലെ തന്നെ കുറുകി വരും. അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇപ്പം നമ്മുടെ പാല് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഈ സമയത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കുക. കാരണം പെട്ടെന്ന് കട്ട പിടിക്കും അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഷുഗർ കാരമൽ ഉണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് പതുക്കെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വേറെ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല. ഇതാണ് നമ്മൾ ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നല്ലൊരു കളറും അതേപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ഇതിന് കിട്ടും. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഈ സമയത്ത് മധുരം നോക്കുക. മധുരം കുറവാന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ചും കൂടെ ഒന്ന് പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റ് മധുരമാണെങ്കിൽ പിന്നെ വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം നമ്മുടെ ആ മധുരമൊക്കെ നന്നായിട്ടൊന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ഒരു നുള്ളു മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്കിത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ ബട്ടറോ പുരട്ടി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് നല്ല ചൂടോടെ കൂടെ തന്നെ നമുക്കിത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വേണ്ടി വയ്ക്കുക. ഇതിന് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ.
ഇനി നമുക്ക് കാരമൽ ഡെക്കറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാര ഉരുക്കിയെടുത്തില്ലേ, അതേപോലെ തന്നെ ഒന്ന് ഉരുക്കിയെടുക്കുക. വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ. നന്നായിട്ട് ഇതേപോലെ ഉരുക്കിയെടുക്കുമ്പോൾ നമുക്കിത് നമ്മുടെ ഷുഗർ ഡെക്കറേഷൻ എങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ എടുക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രത്തിലോ നന്നായിട്ടൊന്ന് ബട്ടറോ നെയ്യോ എണ്ണയോ ഒക്കെ പുരട്ടിയിട്ട് അതിന് മുകളിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ പല ഡെക്കറേഷൻസ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് നമ്മളൊരു ഭംഗിക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. നമുക്കിങ്ങനെ ചെയ്യണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. ഇത് വേണമെങ്കിൽ മാത്രം ഇത് ചെയ്താൽ മതി. ഞാനിവിടെ ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ ഇത് നമ്മുടെ ഫോയിൽ പേപ്പറിൽ ഒഴിക്കുന്നതിന് മുമ്പായിട്ട് നന്നായിട്ട് ഒന്ന് ഗ്രീസ് ചെയ്യണം കേട്ടോ. നമ്മൾ ഏത് പാത്രത്തിലാണോ ഇതേപോലെ ഡെക്കറേഷൻ ഉണ്ടാക്കണേ ആ പാത്രത്തിൽ നന്നായിട്ട് നെയ്യോ ബട്ടറോ പുരട്ടിയിട്ട് നന്നായിട്ട് ഗ്രീസ് ചെയ്തിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഇതെടുക്കാനായിട്ട് കുറച്ച് ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്കിനി ഇത് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പോൾ ഒരു 3 മണിക്കൂറും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പുഡിങ് നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ ഈ പാത്രത്തിൽ നിന്ന് നന്നായിട്ട് വിട്ടു പോരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇതിന് മുകളിലായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഒന്ന് കമഴ്ത്തി കൊടുക്കുക. അങ്ങനെ നമ്മുടെ പുഡിങ് നമ്മുടെ പ്ലേറ്റിലേക്ക് തനിയെ വീണോളും. നല്ല രസമായിട്ട് തന്നെ നമുക്ക് നമ്മുടെ പുഡിങ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലായിട്ട് കുറച്ച് ഡെക്കറേഷൻസ് ചെയ്ത് കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ തണുപ്പിക്കാൻ വെച്ചിട്ടുള്ള ആ കാരമൽ ഡെക്കറേഷൻ ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഒരു കത്തിയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ ഉപയോഗിച്ചിട്ട് പതുക്കെ നമുക്ക് ആ ഫോയിൽ പേപ്പറിൽ നിന്നൊന്ന് എടുത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കത് ഈ പുഡിങ്ങിന് മുകളിലായിട്ട് വയ്ക്കുക. നമുക്ക് ഇഷ്ടമുള്ള പോലെ വെച്ചാൽ മതി കേട്ടോ. ഇത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഞാനൊന്ന് പരീക്ഷ നോക്കിയതാണ്. അപ്പോൾ നന്നായിട്ട് തന്നെ വന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഡെക്കറേഷനൊക്കെ ഇതേപോലെയൊക്കെ സിമ്പിളായിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമാണ് ഇത് കഴിക്കാനായിട്ടും. കഴിച്ച് നോക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാനും പറ്റും. ചൈന ഗ്രാസ് ജലാറ്റിനോ അങ്ങനെ ഒന്നും നമുക്ക് വേണ്ട. നല്ലൊരു അടിപൊളി പുഡിങ് തന്നെ നമ്മുടെ പിള്ളേർക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിലിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും. താങ്ക്